ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. 1968 മെക്സിക്കൻ ഒളിമ്പിക്സ് നടക്കുകയാണ്. ഒളിമ്പിക്സിലെ അവസാന ഇനം മാരത്തൺ ഓട്ടമാണ്. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഒന്നാമനായി ഓടിയെത്തിയത് ഒരു എത്യോപ്യക്കാരനായ അത്ലറ്റായിരുന്നു. അതിന് പിന്നാലെ ജോൺ സ്റ്റീഫൻ എന്ന ടാൻസിയക്കാരൻ ഓടിവരുന്നു. 30 കിലോമീറ്ററുകൾ ഓട്ടത്തിലായിരുന്ന അയാൾ ആകെ കിതയ്ക്കുന്നു. ക്ഷീണിച്ച് അവശനായ അയാൾ ട്രാക്കിൽ അവശനായി വീണുപോയി. കാലുകളിൽ മുറിവുകളുണ്ട്. ഓട്ടം തുടരേണ്ട എന്ന് പലരും വിലക്കിയെങ്കിലും അയാൾ വഴങ്ങിയില്ല. കാലുകളിലെ പരിക്കുകളിൽ ബാൻഡേജ് ഇട്ടുകൊണ്ട് അയാൾ ബാക്കിയുള്ള 12 കിലോമീറ്ററുകൾ കൂടെ ഓടിത്തീർത്തു. ഒന്നാമതെത്തിയ വിജയ്ക്ക് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് സ്റ്റീഫൻ ഓട്ടം ഓടി തികച്ചത്. മുറിവുകളേറ്റെങ്കിലും ക്ഷീണിതനായെങ്കിലും അയാൾ തൻ്റെ ഓട്ടം ഓടി തികച്ചു. ഇത് വലിയൊരു സംഭവമായി മാറി. ഒരു പത്രലേഖകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പരിക്കുകളേറ്റിട്ടും താങ്കൾ ഓട്ടം നിർത്താതിരുന്നത്? അപ്പോൾ ആ ഓട്ടക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ രാജ്യം എന്നെ അയച്ചത് ഓട്ടം തുടങ്ങി വയ്ക്കാനല്ല, അത് ഓടി തികയ്ക്കാനാണ്. അയാൾ തൻ്റെ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലേക്ക് എന്നെയും നിങ്ങളെയും കർത്താവ് അയച്ചിരിക്കുന്നത് ജീവിതം കർത്താവിന് വേണ്ടി ഓടുവാനാണ്. അലസത വെടിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ഓട്ടം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ലോകയാത്രയിൽ ഞങ്ങൾ ഓടുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതെ ഊർജ്ജസ്വലതയോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.